ശ്രീരംഗം ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണത്. അപ്പോൾ രാവിലെ പുലർച്ചെ 5 മണിക്ക് ഞാൻ തിരുച്ചിറപ്പള്ളി എത്തിയിട്ടോ. അവിടെ നിന്ന് നേരെ AC എക്സിക്യൂട്ടീവ് ലോഞ്ച് കയറി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 2 മണിക്കൂറിനൊക്കെ ഒരു 100 രൂപയൊക്കെ ആവുള്ളൂ. അത്യാവശ്യം തിരക്കും അതിൻ്റെ ഉള്ളുണ്ടായിരുന്നു കേട്ടോ. നേരെ പോയി ഫ്രഷ് ആയി. അപ്പോൾ കുളി കഴിഞ്ഞ് നേരെ ഒരു ഫാൻ്റെ ചോട്ടിൽ ഇരിക്കുകയായിരുന്നു, മുടിയൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാട്ടോ. നമുക്ക് ബാഗ് ലഗേജ് കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെക്കാനാണെച്ചാലും നമുക്കൊന്ന് ഫ്രഷ് ആവാനാണെച്ചാലും ഒക്കെ അടിപൊളിയാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന ട്രിപ്പിൽ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു കാര്യം AC വെയിറ്റിംഗ് ഹാൾ. നമുക്ക് സേഫുമാണ്, അതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു 7 മണിയാകുമ്പോഴേക്കും ഞാൻ റെഡിയായി പുറത്തിറങ്ങി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗമാണ്. ഇവിടെ നിന്ന് നേരെ ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ലഗേജ് വെച്ചിട്ട് വേണം എനിക്ക് ടെമ്പിളിൽ പോയിട്ട്. കാരണം അവിടെ നിന്ന് വെറും 1 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ടെമ്പിളിലേക്ക്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ശ്രീരംഗത്തേക്ക് ഞാൻ ബസ്സിന് പോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ എൻ്റെ ഡ്രസ്സും എൻ്റെ ലഗേജും അതിന് സമ്മതിച്ചില്ല. എനിക്ക് എല്ലാം കൂടി സെറ്റ് ആവുമെന്ന് തോന്നിയില്ല. അതോടെ തന്നെ ഓട്ടോ വിളിച്ച് നേരെ ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ ലഗേജ് വെച്ച് ഞാൻ അവിടെ നിന്ന് നടന്നു കേട്ടോ. കാരണം ഓട്ടോ ചാർജ് ചോദിച്ചപ്പോൾ 100 രൂപയാണ് 1 കിലോമീറ്റർ പറഞ്ഞു. എന്തിനും 100 രൂപ കൊടുക്കണം, കയ്യും കാലും ഉണ്ടല്ലോ, നേരെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നടന്നു. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ നടന്നാണ് നല്ലതെന്ന് തോന്നിയിട്ടോ. അങ്ങനെ രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഓരോരുത്തർ കോലിടുന്നതും അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ പോയത്, അതുപോലെ ഫ്ലവർ മാർക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കണ്ടിങ്ങനെ നടന്നു പോയൊരു പ്രത്യേക ഫീലായിരുന്നു. പച്ചക്കറി മാർക്കറ്റ് ഫ്ലവർ മാർക്കറ്റ് എത്തുമ്പോൾ വഴിയൊന്നും തിരിയും കേട്ടോ. അപ്പോൾ അതിൽ ഏത് വഴി വേണമെന്ന് പോകാം. നമ്മൾ തൊഴാനാണെന്ന് പച്ചക്കറി മാർക്കറ്റ് വഴിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ഒരാൾ എനിക്ക് പറഞ്ഞു ഇതേ മുന്നിൽ നടക്കുന്ന ഓട്ടോ പോയുള്ള പ്ലാൻ എന്തായാലും ക്യാൻസലായി നന്നായി. കാരണം ഇതിൽ കൂടെ നടന്ന ഒരു പ്രത്യേക ഫീൽ കേട്ടോ. പഴയ വീടുകൾ, പഴയ ഷോപ്പുകൾ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ടെമ്പിളും അവിടുത്തെ ഫുഡും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.